ലാറ്റിൻ സിംഫണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ അത് ഷെയർ ചെയ്തേക്കാം, ഒരു വ്ളോഗായിട്ട് എടുത്തിട്ടേക്കാന്ന്. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ BRP കാർഡ് അഥവാ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇവിടെ UK വരുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും, അതായത് ഇപ്പോൾ ഈവൻ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ, ഒരു വീട് റെൻ്റ് എടുക്കണമെങ്കിൽ ഒക്കെ എല്ലാത്തിനും നമ്മുടെ നാട്ടിലെ ആധാർ കാർഡ് പോലെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാർഡാണ് ഇവിടുത്തെ BRP കാർഡ്. സോ എനിക്ക് കളക്ഷൻ പോയിന്റ് വന്നിട്ടുള്ളത് ബ്രിമിംഗാം നോർത്ത് ഫീൽഡ് പോസ്റ്റ് ഓഫീസിലാണ്. അപ്പം ഞാനും എൻ്റെ ഒരു ആൻറ്റിയും കൂടെയാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ജേർണി ഒരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പോയാലോ, ഞങ്ങളുടെ കൂടെ പോരേ. അപ്പോൾ ഞാൻ വീട് പൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. ആൻറ്റി റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്നാട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ വീടൊക്കെ പൂട്ടി ഇങ്ങനെ ഇറങ്ങി. നമ്മൾ കുറച്ച് ദൂരമുണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്, നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ നമ്മളിവിടെ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം കേട്ടോ ക്രോസ് ചെയ്യാനായിട്ട്. വണ്ടിയൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ആ കാണുന്ന ആട്ടോ ലുട്ട്ലോ റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമ്മൾ അവിടെ ചെന്നു, ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് പ്ലാറ്റ്ഫോം 2 ആദ്യത്തെ ഷൂസ്ബറിക്കുള്ള ട്രെയിനാണ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ നോർത്ത് ഫീൽഡിലേക്കുള്ള കണക്ഷൻ ടിക്കറ്റാണ് ട്രെയിനിൻ്റെ എടുത്തത്. അപ്പോൾ അതെടുത്ത് നമ്മളിതാ ഇങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 2 ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. 2 കാർഡാണ്. ഒന്നാമത്തെ കാർഡ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള കാർഡും രണ്ടാമത്തെ കാർഡ് റിട്ടേൺ കാർഡുമാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി നമ്മളങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഷൂസ്ബറിയിലേക്കാണ്. നമ്മൾ പോയ സമയത്തൊക്കെ അധികം മഞ്ഞ് വീഴ്ചയൊന്നും ഉണ്ടായിരുന്നില്ല, പതുക്കെയായിരുന്നു മഞ്ഞ് വീണുകൊണ്ടിരുന്നത്. തിരിച്ചു വരാൻ നേരത്താണ് കൂടുതലും മഞ്ഞ് വീഴ്ച നന്നായിട്ട് വന്നത് കേട്ടോ. ഇതാണ് ട്രെയിനിൻ്റെ ടിക്കറ്റ്. പോകുന്ന വഴിക്ക് ഒരു പോലീസ് ഓഫീസർ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഈ പോലീസ് ഓഫീസറിനെ നമ്മൾ ലുഡ്ലോയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ആ പോലീസ് ഓഫീസർ തന്നെ നമുക്ക് ഷൂസ്ബറിയിൽ വന്നപ്പം ഏത് ട്രെയിനാണ് ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന കേട്ടോ ഈ കാണുന്നത്. ശരിക്കും ആ പോലീസ് ഓഫീസറിനെ ഇപ്പം നന്ദിയോടെ ഓർക്കുകയാണ്. നല്ല കൈൻഡായിട്ട് ഞങ്ങളുടെ അടുത്ത് വർത്താനം പറഞ്ഞ് നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇപ്പം ഞങ്ങൾ ട്രെയിൻ വരാനായിട്ട് കുറച്ച് സമയമുണ്ട്. അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഇരിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഹായ് ഗൈസ്, ഇപ്പം നമ്മളുള്ളത് ഷൂസ്ബറി സ്റ്റേഷനിലാണ്. ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് 9:40 ബ്രിമിംഗാമിലേക്കുള്ള ട്രെയിൻ ഇനിയുള്ളത്. പ്ലാറ്റ്ഫോം നമ്പർ 6 ഇപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. ഇവിടെ ചെറുതായിട്ട് സ്നോഫാളൊക്കെ തുടങ്ങിയപ്പോൾ അതാരണം കൊണ്ട് നമ്മൾ സേഫ് ആൻഡ് സെക്യൂറായിട്ട് ഈ വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കുക കേട്ടോ. ഇപ്പോൾ ഷൂസ്ബറിയിൽ നിന്ന് നമുക്ക് പണി കിട്ടി. 9:40 ആ ട്രെയിൻ ക്യാൻസലായിപ്പോയി. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വോൾവർഹാംപ്റ്റണിൽ നിന്ന് എന്നിട്ട് നമ്മൾ ബ്രിമിംഗാം ന്യൂ സ്ട്രീറ്റിലേക്ക് ട്രെയിൻ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ബ്രിമിംഗാം ന്യൂ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ
സ്നോഫാളിൽ എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആട്ടോ. സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് നോർത്ത് ഫീൽഡിന് ട്രെയിൻ കയറി. ഇതിപ്പോൾ നോർത്ത് ഫീൽഡിൽ എത്തിയതിന് ശേഷം ഞങ്ങൾ എടുത്ത വീഡിയോ ആട്ടോ. നല്ല സ്നോഫാൾ ഉണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഇപ്പം നമ്മൾ എന്തായാലും ഇറങ്ങി തിരിച്ചു പോയല്ലോ, അപ്പോൾ അത് തന്നെ നമുക്ക് മേടിക്കാതെ പോരാനും പറ്റത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇപ്പം പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുകയാണ്. ഈ ഒരു വീഡിയോയോടുകൂടി ഞാൻ വ്ളോഗിങ് അങ്ങ് നിർത്തി, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോവുമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയോടുകൂടി ഇവിടെ നിർത്തുകയാണ്. പിന്നെ കളക്ട് ചെയ്യാൻ പോയപ്പോഴത്തേയൊക്കെ കാര്യം ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാം. കാരണം നല്ല മഞ്ഞായിരുന്നു, എനിക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ അങ്ങ് എടുക്കാതിരുന്നത്. പിന്നെ നമുക്ക് വഴിയും കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. സോ വഴി കണ്ടുപിടിക്കാൻ ഉള്ള തിരക്കിലൊക്കെ ആയ കാരണം കൊണ്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫൈനലി ഗായ്സ്, എനിക്ക് എൻ്റെ BRP കാർഡ് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. BRP കാർഡ് കളക്ട് ചെയ്യാൻ പോയ ജേർണിയിൽ എനിക്ക് കുറച്ച് പണികളൊക്കെ കിട്ടിയായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ ചൂസ് ചെയ്തിരുന്ന മോഡ് ട്രെയിനായിരുന്നു. ഇവിടെ ട്രെയിനിൽ നമ്മൾ ഒരു സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് ആയിട്ടാണ് എടുത്തത്. അതായത് കണക്ട് ചെയ്ത് പോകുന്ന പോലെ നമ്മൾ ലുഡ്ലോ ടു നോർത്ത് ഫീൽഡ് ആയിട്ട് എനി ടൈം ഏത് റൂട്ടും എനി ടൈം റിട്ടേൺ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തത്. ഇതാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെ കാർഡ്. അപ്പോൾ ഈ കാർഡും പ്ലസ് ഇതിപ്പം റിട്ടേൺ എടുത്ത കാർഡാണ്. ഇത് കൂടാതെ ഇതുപോലെ തന്നെ വേറൊരു കാർഡും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്ന ജേർണിയിലേക്ക് ഒരു കാർഡും റിട്ടേൺ ആയിട്ട് ഒരു കാർഡ്, അങ്ങനെ നമുക്ക് 2 കാർഡാണ് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ പോയ വഴിക്ക് ഞങ്ങളുടെ 2 ട്രെയിൻ ക്യാൻസലായി പോയായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് സ്റ്റക്കായി പോയായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട ടൈമിലേക്കാളും കൂടുതൽ എടുത്തു എന്ന് പറയാം. കാരണം നമ്മൾ നേരത്തെ തിരിച്ച് വീട്ടിലെത്തിയേനെ, പക്ഷേ ഈ 2 ട്രെയിൻ ക്യാൻസൽ ആയതുകൊണ്ട് നമുക്ക് 3 ട്രെയിൻ കയറേണ്ട സ്ഥാനത്ത് 4 ട്രെയിൻ കയറേണ്ടിയൊക്കെ വന്നു. അപ്പം കുറച്ച് ടൈം കൂടുതലെടുത്തു എന്ന് വേണം പറയാൻ. അപ്പം ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പും കൂടെ ഇപ്പോൾ പരിചയപ്പെടുത്താണ്. ആപ്പിൻ്റെ പേര് ട്രെയിൻ ലൈൻ ആണ്. ഈ ട്രെയിൻ ലൈൻ ആപ്പിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടാണ് നീരജ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവളെ ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. കാരണം ആ ഒരു ആപ്പ് ഉള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു ഈ ഒരു ജേർണിയിൽ. കാരണം നമുക്ക് ട്രെയിനിൻ്റെ ടൈമിങ്സ് അറിയാൻ പറ്റി, ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോം എന്ന് അറിയാൻ പറ്റി. അപ്പോൾ ഈ ട്രെയിൻ ലൈൻ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിനുകൾ വരുന്നത്, എപ്പോഴാണ് അതിൻ്റെ ടൈമിങ്സ്, ക്യാൻസലായോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഈവൺ ഇഫ് നമുക്ക് ട്രെയിനില്ലെങ്കിൽ പോലും ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സും അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാവും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ. അവരും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി തന്നെ നമുക്ക് ഒത്തിരി സപ്പോർട്ടീവാണ്. സോ സ്റ്റക്കായെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് പോയി അത് മേടിച്ച് തിരിച്ച് എത്താൻ പറ്റി. അറൗണ്ട് ഇവിടുത്തെ സമയം അറൗണ്ട് വൈകുന്നേരം 4 മണി ആയപ്പോഴത്തേക്കും 4-4:30 ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഇവിടെ സ്നോഫാളൊന്നും ഇല്ല, തണുപ്പ് കുറഞ്ഞു വരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഇന്നലെ സ്നോഫാളൊക്കെ തുടങ്ങിയത്. നമ്മൾ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് അധികം, എന്നാലും തണുപ്പുണ്ടായിരുന്നു. ഗ്ലൗസ് കുറച്ച് മഞ്ഞ് സ്നോഫാൾ ആയതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ പോയി അത് മേടിച്ചുകൊണ്ട് വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, BRP കാർഡാണ് നമുക്കിവിടെ ഏറ്റവും അത്യാവശ്യമുള്ള കാർഡ്. എന്തൊരു കാര്യത്തിനും നമുക്കിത് വേണം. സോ ഇത് എത്രയും പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമുക്കിത് വിസ എക്സ്പയറിക്ക് മുന്നേ നമ്മളിത് മേടിച്ചില്ലെങ്കിൽ
ഇത് ഹോം ഓഫീസിലേക്ക് തിരിച്ചു പോകും. നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഹോം ഓഫീസിലേക്ക് തിരിച്ചു പോകും. അവിടുന്ന് കളക്ട് ചെയ്യാന്നുള്ളത് ഹോം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് പാടുപെടേണ്ടി വരും. അപ്പം വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിസ എക്സ്പയറിക്ക് മുമ്പ് നിങ്ങളുടെ BRP കാർഡ് മസ്റ്റായിട്ട് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുക. ഏത് പോസ്റ്റ് ഓഫീസിലാണോ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ BRP ഡിസിഷൻ ലെറ്ററിലുണ്ടാവും. അതേപോലെ BRP കാർഡ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ഡിസിഷൻ ലെറ്ററിൻ്റെ ഒരു കോപ്പിയും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ടും കൊണ്ടുപോവുക. ഈ 2 സാധനമാണ് അവിടെ ചോദിച്ചത്. പിന്നെ നമ്മളെ മുഖമൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് അവർ നോക്കും. അത്രേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ ട്രെയിൻ ക്യാൻസലായത് ഒഴിച്ച് ബാക്കി എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതേപോലെ ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ഹേബ സൈനിങ് ഓഫ്.